സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പിറക്കുന്ന നവജാത ശിശുക്കൾക്കായി കേരള വിഷൻ ഒരുക്കിയിട്ടുള്ള എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി അടൂർ ജനറൽ ആശുപത്രിയിൽ 25 നവജാത ശിശുക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരളത്തിലെ 88 സർക്കാർ ആശുപത്രികളിലായി ജനിക്കുന്ന 1,20,000-ൽ പരം കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി ബേബി കിറ്റ് നൽകുന്ന പദ്ധതിയാണ് എൻ്റെ കൺമണിക്ക് ആദ്യ സമ്മാനം പദ്ധതി. രാജ്യത്തെ പ്രമുഖ കേബിൾ TV, ഇന്റർനെറ്റ് സേവനദാതാക്കളായ കേരള വിഷൻ സംസ്ഥാനത്തെ 88 സർക്കാർ ആശുപത്രികളിലായി ജനിക്കുന്ന 1,20,000-ൽ പരം നവജാത ശിശുക്കൾക്കായി നൽകുന്ന സ്നേഹസമ്മാനം എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലൂടെ 25 കുഞ്ഞുങ്ങൾക്കാണ് ബേബി കിറ്റ് സമ്മാനമായി നൽകിയത്. റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ അടൂർ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സമ്മാനത്തിന്റെ വിതരണോദ്ഘാടനം അടൂർ DYSP G സന്തോഷ് കുമാർ നിർവഹിച്ചു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് മാത്രം കരയും, ബാക്കിയുള്ളവരെല്ലാം സന്തോഷിക്കും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറയാറ്. എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിന് കൂടുതൽ മധുരം പകരുന്നതിന് വേണ്ടി റോട്ടറി ക്ലബും കേരള വിഷനും ചേർന്ന് ഒരാദ്യ സമ്മാനം നൽകുകയാണ് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി. എൻ്റെ കൺമണിക്ക് ആദ്യ സമ്മാനം ഒരു നൂതന ആശയമാണ്, നൂതനമായ സന്ദേശമാണ് അവർ നൽകുന്നത്. നമുക്കറിയാം, ആതുര സേവന രംഗം കേരളത്തിലെ സമീപ ഭാവിയിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള പ്രയോജനങ്ങളും എല്ലാം അറിയുന്നവരാണ് നമ്മൾ. പ്രളയവും കോവിഡും ഒക്കെ വന്നപ്പോൾ നമ്മളെ ചേർത്ത് പിടിച്ചത് അവരാണ്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. എൻ്റെ കൺമണിക്ക് ആദ്യ സമ്മാനം എന്നുള്ള പേരിൽ നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നു. പ്രോഗ്രാം ചെയ്യുന്നത് കേരള വിഷനും അതുപോലെ തന്നെ അടൂർ റോട്ടറി ക്ലബ് കൂടി ചേർന്നിട്ടാണ്. അടൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കോശി മിഖായൽ ആമുഖപ്രസംഗം നടത്തി. പല 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 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിടെയായിട്ട് ഈ കഴിഞ്ഞ മാസം നമ്മൾ ഇവിടെ മാലിന്യം വലിച്ചെറി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ വിഷയാവതരണം നടത്തി. സാധാരണ കേബിൾ TV ഓപ്പറേറ്റർ എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നായി 1000 കോടി രൂപ വിറ്റുവരവുള്ള ഒരു കമ്പനിയായി കേരളത്തിലെ കേബിൾ TV പ്രസ്ഥാനം വളർന്നു. ആ വളർച്ചയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നത് ഈ കേരളത്തിലെ സാധാരണ ജനങ്ങളാണ്. കേരള വിഷൻ ഡയറക്ടർ തോമസ് പി ചാക്കോ, അടൂർ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി KO ജോൺ, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമേശ് വരിക്കോലിൽ, ഡോക്ടർ പ്രശാന്ത് T, ഡോക്ടർ സിന്ധി S, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിന് COA പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സുഭാഷ് ബാബു T സ്വാഗതവും COA അടൂർ മേഖലാ സെക്രട്ടറി സുരേഷ് ബാബു T നന്ദിയും പറഞ്ഞു. കേരള വിഷൻ എൻ്റെ കൺമണിക്ക് ആദ്യ സമ്മാനം പദ്ധതിയിലൂടെ ഇത് 2ാം തവണയാണ് അടൂർ ജനറൽ ആശുപത്രിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. നവജാത ശിശുക്കളുടെ അമ്മമാരായ ശ്യാമിലി, ലീന രാജേന്ദ്രൻ, സജിത, സരിത, രജനി, ചിപ്പി എന്നിവർ ആദ്യ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, അടൂർ.